സോണിയാഗാന്ധി കൈവശം വെച്ചിട്ടുള്ള എഡ്വിന മൗണ്ട് ബാറ്റനും പത്മജ നായിഡുവിനും ഉൾപ്പെടെ ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുകൾ തിരികെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി സംഗ്രഹാലയം. മുമ്പൊരിക്കൽ സോണിയാഗാന്ധിയുടെ അടുക്കൽ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. അടുത്ത് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞിട്ടും കാര്യം നടന്നിട്ടില്ല. ഇങ്ങനെ കാര്യം നടക്കാത്തതിനെ തുടർന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് ഈ ആവശ്യം പറഞ്ഞിരിക്കുന്നത്. കത്തുകൾ യഥാർത്ഥ രൂപത്തിൽ തിരികെ നൽകാനോ ഡിജിറ്റൽ പകർപ്പുകളോ ഫോട്ടോ കോപ്പികളോ നൽകാനോ PMML അതായത് ദ പ്രൈം മിനിസ്റ്റേഴ്സ് മ്യൂസിയം ആൻഡ് ലൈബ്രറി അംഗം റിസ്വാൻ ഖദ്രി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ കത്തുകൾ 1971 ഈ മ്യൂസിയത്തിൽ വരുന്നത്. 2008 അവ 51 പെട്ടികളിലാക്കി സോണിയാഗാന്ധിക്ക് അയച്ചതായി രേഖകൾ പറയുന്നു. എഡ്വിന മൗണ്ട് ബാറ്റന് നെഹ്റു എഴുതിയത് എന്തായിരുന്നു എന്നറിയാൻ പലർക്കും താല്പര്യമുണ്ട്. ഇത് തമാശയായിട്ടാണ് എങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുകയാണ്. ആ അവസരത്തിലാണ് മുൻപ് എഡ്വിനയുടെ മകൾ പമേല ഹിഗ്സ് വെളിപ്പെടുത്തിയ ചില വിവരങ്ങൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ബ്രിട്ടീഷ് വൈസ്രോയ് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ ഭാര്യ എഡ്വിനയും തമ്മിലുള്ള പ്രണയം ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അവർ പരസ്പരം ബഹുമാനിക്കുകയും തീവ്രമായി പ്രണയിക്കുകയും ചെയ്തിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് എഡ്വിനയുടെ മകൾ പമേല ഹിഗ്സ്. അവരുടെ പ്രണയം ഒരിക്കലും ശാരീരിക ബന്ധമായിരുന്നില്ല എന്നും പമേല ഉറപ്പിച്ചു പറയുന്നു. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് മടങ്ങുന്ന സമയത്ത് എഡ്വിന നെഹ്റുവിന് നൽകാൻ ഒരു മരതക മോതിരം ഇന്ദിരയെ ഏൽപ്പിച്ചിരുന്നു. നെഹ്റു അത് സ്വീകരിക്കുമോ എന്ന് ഉറപ്പില്ലാത്തതിനാലാണ് അത് ഇന്ദിരയെ ഏൽപ്പിച്ചു മടങ്ങിയത്. നെഹ്റുവിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അത് വിൽക്കാമെന്നും എഡ്വിന സൂചിപ്പിച്ചിരുന്നു. 2012 ബ്രിട്ടനിൽ പ്രസിദ്ധീകരിച്ച ഡോട്ടർ ഓഫ് എംപയർ ലൈഫ് ആസ് എ മൗണ്ട് ബാറ്റൻ എന്ന പുസ്തകത്തിലാണ് പമേല ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. നെഹ്റു എഡ്വിന ബന്ധം ആരംഭിക്കുമ്പോൾ തനിക്ക് 17 വയസ്സായിരുന്നു എന്ന് പമേല ഓർക്കുന്നു. അവരുടെ പ്രണയം താൻ ഓർക്കുന്നുവെന്നും പമേല വെളിപ്പെടുത്തുന്നു. നെഹ്റു എഡ്വിനയ്ക്ക് അയച്ച കത്തിൽ നിന്നുമാണ് പമേല വിവരങ്ങൾ കണ്ടെത്തിയത്. അമ്മയും നെഹ്റുവും അഗാധമായ സ്നേഹം പങ്കിട്ടിരുന്നു. തുല്യതയിലും ബൗദ്ധികതയിലും ഊന്നിയതായിരുന്നു ആ ബന്ധം. തീവ്രമായി ആഗ്രഹിച്ചിരുന്ന ചങ്ങാത്തം അമ്മ പണ്ഡിറ്റ്ജിയിൽ കണ്ടെത്തി. പ്രണയത്തിനപ്പുറം അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു എന്നറിയാൻ ശ്രമിച്ചു എന്നും എന്നാൽ കത്തുകൾ വായിച്ചപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായി എന്നും പമേല എഴുതിയിട്ടുണ്ട്. പരസ്പരം കണ്ടപ്പോഴൊന്നും അവർ ഒറ്റയ്ക്കായിരുന്നില്ല. പോലീസും പരിചാരകരുമൊക്കെ എല്ലായ്പ്പോഴും ഒപ്പമുണ്ടായിരുന്നു, പമേല വ്യക്തമാക്കുന്നു. മൗണ്ട് ബാറ്റന്റെ ADC ആയിരുന്ന ഫ്രെഡി ബെൻബി അറ്റ്കിൻസും പമേലയുടെ വാദം ശരിവെക്കുന്നു. പ്രശസ്തരായ രണ്ടുപേർ എന്ന നിലയിൽ സ്വകാര്യ സംഗമങ്ങൾ അസാധ്യമായിരുന്നു എന്ന് അറ്റ്കിൻസ് പറയുന്നു. ഏകദേശം 51 പെട്ടികളിലായി സൂക്ഷിച്ചിരിക്കുന്ന കത്തുകളാണ് തിരികെ ആവശ്യപ്പെടുന്നത്. മുൻപ് നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്നാണ് PMML അറിയപ്പെട്ടിരുന്നത്. ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട രേഖകൾ അടങ്ങിയ 51 പെട്ടികൾ PMMLൽ നിന്ന് സോണിയാഗാന്ധിയുടെ ഓഫീസ് തിരിച്ചെടുത്തതായി സെപ്റ്റംബറിൽ ഖത്രി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ച് സമഗ്രമായ ധാരണ ഉറപ്പാക്കാനാണ് പേപ്പറുകൾ തിരികെ ആവശ്യപ്പെടുന്നത് എന്നാണ് പറയുന്നത്. നെഹ്റുവിന്റെ മുൻ വസതിയായ തീൻ മൂർത്തി ഭവനിലാണ് NMML ആദ്യമായി സ്ഥാപിച്ചത്. നെഹ്റുവിന്റെ ജീവിതത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയം പരിപാലിക്കുക, അദ്ദേഹത്തിന്റെ മറ്റു നേതാക്കളുടെ സ്വകാര്യ പ്രബന്ധങ്ങൾ ശേഖരിച്ച് സംരക്ഷിക്കുക, ആർക്കൈവുകൾ, പ്രഭാഷണങ്ങൾ, പ്രസിദ്ധീകരണങ്ങൾ എന്നിവയിലൂടെ ഗവേഷണം അനുവദിക്കുക എന്നിവയാണ് NMML സ്ഥാപിച്ചതിന്റെ ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് NMMLനെ PMML ആക്കി മാറ്റിയത്. എല്ലാ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആദരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പേരുമാറ്റം. ന്യൂസ് ഡെസ്ക് കർമാസ്.